ഹരേ കൃഷ്ണ. എല്ലാവർക്കും എന്റെ നമസ്കാരം. അപ്പോൾ ഞാനിന്ന് കഴിഞ്ഞ ആഴ്ച എടുത്തതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് എടുക്കാൻ പോണത്. അപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മള് ഭാഗവതം എങ്ങനെ കേൾക്കണമെന്ന് രണ്ടുപേരെ പോലെ കേൾക്കണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഭഗവാന്റെ ഒരു ലീല വൃന്ദാവനത്തിൽ നടന്ന വൃന്ദാദേവിയുടെ ആ ലീല പറഞ്ഞിരുന്നു. അപ്പോ ഇന്ന് ഭാഗവതത്തിന്റെ ആ ഒരു മഹിമ അതിനെ കുറിച്ച് പറഞ്ഞ തീരൂല. അപ്പൊ അതിൽ നിന്നൊരു ഇതാണ് പറയുന്നത്. അപ്പൊ നമ്മള് കീർത്തനം ചൊല്ലും. അപ്പൊ കീർത്തനം ചൊല്ലുമ്പോ നമ്മള് കൈയടിക്കാറുണ്ടല്ലോ. കൈയടിച്ച് കരതാളം അടിക്കുന്നുണ്ട്, മൃദംഗം അടിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം അടിച്ച് നമ്മള് ഭജന പാടുന്നുണ്ട്. അപ്പോഴേ അത് ചെയ്യുന്നതിന്റെ ആ ഒരു തുടങ്ങാം. ജയോ രാധ മാധവ ജയോ കുഞ്ച ബിഹാരി ജയോ രാധ മാധവ ജയോ കുഞ്ച ബിഹാരി ജയ ഗോപി ജനവല്ലഭ ജയോ ഗിരിവരധാരി ജയോ ഗിരിവരധാരി യശോദനന്ദന വ്രജ ജനരഞ്ജന യശോദനന്ദന വ്രജ ജനരഞ്ജന യശോദനന്ദന വ്രജ ജനരഞ്ജന യമുന തീരാവനചാരി യമുന തീരാവനചാരി ജയോ രാധ മാധവ ജയോ കുഞ്ച ബിഹാരി ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എന്നെ നമസ്കാരം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഭഗവാന്റെ കീർത്തനം ചൊല്ലുന്നതിനെ കുറിച്ചുള്ള ആ ഒരു ആ കൈയടിച്ച് ഉണ്ടാവുന്ന ആ ഒരു പുണ്യം അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ നമ്മള് എന്തിനാ കൈയടിക്കുന്നതെന്ന് ചോദിച്ചാല് ആരും ദുഃഖം കിട്ടാൻ വേണ്ടിയിട്ട് ആരും ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും സന്തോഷം വേണം, എല്ലാവർക്കും സുഖം വേണം. അങ്ങനെ മാത്രമേ എല്ലാരും ചിന്തിക്കുള്ളൂ. ആരും ദുഃഖം വേണം, എനിക്ക് ദുഃഖം വേണം, അല്ലെങ്കിൽ ഞാൻ കരഞ്ഞിട്ട് ഒത്തിരി നാളായി, എനിക്കിന്ന് കരയണമല്ലോ എന്ന് വിചാരിച്ച് ആരും ദുഃഖത്തിന് വിളിച്ചു വരുത്തത്തില്ല. എല്ലാരും സുഖത്തിന് പുറകെ പോകുന്നവരാണ്. അപ്പം ഭഗവാന്റെ നാമം ജപിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് സന്തോഷം ഉണ്ടാവും. അപ്പൊ സന്തോഷം ഉണ്ടാകുമ്പോ നമുക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ മനസ്സിൽ ആനന്ദം ഉണ്ടാവും. ആത്മാവിൽ നിന്ന് വരുന്ന ആനന്ദം ഉണ്ടാവും. അപ്പൊ അതുണ്ടാവുമ്പോഴേ നമുക്ക് ആ ഒരു സന്തോഷം ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു സന്തോഷം ഫീൽ ചെയ്യുമ്പോ അതെന്തിനാ കിട്ടുന്നത് നോക്കിയാല് ഭഗവാന്റെ കീർത്തനം ചെല്ലുമ്പോ കിട്ടും. പിന്നെ ഭഗവാന്റെ ഗ്രന്ഥങ്ങൾ, ലീലകൾ അതൊക്കെ വായിക്കുമ്പോ നമുക്ക് ഈ ഒരു ആനന്ദം കിട്ടാറുണ്ട്. അപ്പം ഈ കൈയടിക്കുന്നതെന്ന് വെച്ചാല് നമ്മളെ കയ്യിൽ നോക്കുവാണെങ്കിൽ ഒരുപാട് രേഖകളുണ്ട്. നോക്കിയാൽ മതി. അപ്പോ ഈ രേഖകൾ എവിടുന്നാ വന്നു വെച്ചാല് നമ്മള് അമ്മയുടെ വയറ്റിലിരിക്കുന്ന സമയത്ത് നമ്മള് ഇങ്ങനെ ചുരുങ്ങിയ ഒരു കശുവണ്ടിയുടെ ഒരു ഷേപ്പിലായിരിക്കും നമ്മള് അമ്മയുടെ വയറ്റിലിരിക്കുന്നത്.
അപ്പൊ ആ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കൈ ഇങ്ങനെ തലയിൽ വെച്ചിട്ടായിരിക്കും. അപ്പോഴും ബ്രഹ്മാവ് നമ്മൾ വളരുമ്പോ ഈ സ്കൂളിൽ പോണം, ഇല്ലെങ്കിൽ എക്സാമിന് ഇത്ര മാർക്ക് കിട്ടണം, ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് ബ്രഹ്മാവ് നമുക്ക് വേണ്ടിയിട്ടൊരു എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മളെ തലയിൽ എഴുതിയേക്കുന്ന അതിനെ തലയിൽ എഴുത്തെന്ന് പറയും. നമ്മളെ കൈ ഇങ്ങനെ കൈ എല്ലാം തലേന്നാണ് പിരിഞ്ഞു വരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ പിരിഞ്ഞു വരുന്ന സമയത്ത് തലയിൽ എഴുതിയിട്ടുള്ള നമുക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ആ ഒരു സംഭവമാണ് നമുക്ക് കയ്യിൽ ഇങ്ങനെ രേഖകളായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഈ രേഖകൾ മായണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാന്റെ നാമം ഇങ്ങനെ കൈ കൊട്ടി പാടണം. അതാണ് എന്താ നമ്മൾ ഇവിടെ ഭഗവാന്റെ ഇസ്കോണിൽ തന്നെ വരുമ്പോഴും കീർത്തനം ചൊല്ലുമ്പോ എല്ലാരും കൈ കൊട്ടിയാ പാടാറുള്ളത്. കൈ കൊട്ടി തുള്ളിച്ചാടി ഡാൻസ് കളിച്ചെല്ലാം ഇങ്ങനെ ഭഗവാന്റെ നാമം ജപിക്കും. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാല് ഇതാണ്. അപ്പഴേ എന്താ ഈ കൈ കൊട്ടി ജപിക്കുമ്പോ നമുക്ക് കയ്യിലെ രേഖകളെല്ലാം മാഞ്ഞ് പിന്നെ നമ്മളെ തലയിലെടുത്ത് തന്നെ മാറും. പിന്നെ ഭഗവാന്റെ അടുത്ത് നമുക്ക് പോവാൻ പറ്റും. അങ്ങനെയുണ്ട്. അപ്പഴേ ഇതില് എന്ന് വെച്ചാല് നമ്മളെ അമ്മയുടെ വയറ്റിരിക്കുമ്പോ 5-ാം മാസത്തില് തന്നെ നമുക്ക് ബോധം വരും. അപ്പൊ ബോധം ഉണ്ടാകുമ്പോ അമ്മ നടത്തുന്ന ഓരോ ചലനങ്ങളും ഓരോ ചലനങ്ങളെല്ലാം കുട്ടി നിരീക്ഷിച്ച് അത് ഗ്രഹിച്ചുകൊണ്ടിരിക്കും. അപ്പം അമ്മ ഇപ്പൊ എന്തേലും കരഞ്ഞ് പിടിച്ച് അങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ കൊച്ചിന്റെ സ്വഭാവത്തിൽ അങ്ങനെ തന്നെ വരും. അപ്പഴേ അമ്മയാണെങ്കിൽ ഇതുപോലെ ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവത് ആ കാര്യത്തില് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ വരുന്ന കൊച്ചു എങ്ങനെയായിരിക്കും? നല്ല സത് സ്വഭാവിയായിട്ട് അങ്ങനെ ആയിരിക്കും വരുന്നത്. അല്ലാന്നുണ്ടെങ്കില് എന്താ വില്ലന്മാരെ പോലെ ആയിരിക്കും വരുന്ന കൊച്ചുങ്ങൾ. ഈ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോഴും. അതുകൊണ്ടാണ് പറയുന്നത് എന്താ ഈ ഗർഭിണികളായിട്ടിരിക്കുന്ന സ്ത്രീകളെല്ലാം ഭഗവാന്റെ നാമം ജപിക്കുക, അങ്ങനെ ഭഗവത് കാര്യത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണോന്ന് അതിനാണ് പറയുന്നത്. അപ്പം ഈ ഭാഗവതം കേൾക്കുന്നതിലും 4 തരത്തില് നമ്മൾ കേൾക്കണം. അതില് കേൾക്കുന്നവരെ നമ്മള് 4 ജീവികളോടാണ് ഉപമിക്കുന്നത്. ഒന്ന് എന്ന് പറയുമ്പോ അരയന്നം, 2 എന്ന് പറയുമ്പോ വേഴാമ്പല്, 3 എന്ന് പറയുമ്പോ കാക്ക, 4 കൊതുക്. അപ്പൊ ഈ അരയന്നത്തിന്റെ വേഴാമ്പലിന്റെ പ്രത്യേകത കഴിഞ്ഞ വട്ടം പറഞ്ഞായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വെച്ചാല് അരയന്നത്തിനെയും വേഴാമ്പലിനെ പോലെ കേൾക്കണം. പക്ഷെ കൊതുകിനെയും കാക്കേനെയും പോലെ കേൾക്കരുത്. കാരണം എന്ന് വെച്ചാല് അരയണം എന്ന് പറയുമ്പോ പാലും വെള്ളവും ചേർത്ത് വെക്കുന്ന സമയത്ത് പാല് മാത്രം കുടിച്ചിട്ട് അതിന്ന് വെള്ളം തിരിച്ചു വെക്കുന്ന ഒരു ജീവിയാണ് അരയന്നം. അപ്പഴേ ഈ അതിലെന്തോ പറയുന്നതെന്ന് വെച്ചാല് നമ്മള് ഇപ്പൊ ഈ ലോകത്ത് തന്നെ ഭൗതികതയുണ്ട്, ആത്മീകതയുണ്ട്. ഇപ്പൊ നമുക്ക് വേണ്ടതാണ് ആത്മീയത. അപ്പൊ ആ ആത്മീയത എടുത്തിട്ട് നമ്മള് ഭൗതികത ഒഴിവാക്കുന്നതിനാണ് അരയന്നത്തിൽ കൂടെ വ്യക്തമാക്കുന്നത്. അടുത്തെന്ന് പറയുമ്പോ വേഴാമ്പൽ. വേഴാമ്പൽ എന്ന് പറഞ്ഞാൽ ആ ഒരു പക്ഷി എന്ന് പറയുമ്പോ കർഷകർക്ക് ആ പക്ഷി വയലിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കർഷകർക്ക് മനസ്സിലാവും ഇന്ന് മഴ പെയ്യും എന്ന് മനസ്സിലാവും. അങ്ങനെ ഒരു മഴയുടെ സൂചന കൊടുക്കുന്ന ഒരു പക്ഷിയാണ് വേഴാമ്പൽ. അപ്പൊ അത് എന്താന്ന് വെച്ചാല് ഈ വേഴാമ്പൽ എന്ന് പറഞ്ഞാല് എത്ര ദാഹം എടുത്താലും അത് കിണറ്റില, പുഴയില അല്ലെങ്കിൽ വേറെ ജലസ്രോതസ്സുകളിൽ നിന്നിട്ട് വെള്ളം കുടിക്കത്തില്ല. അത് മഴയ്ക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുന്ന ഒരു പക്ഷിയാണ് വേഴാമ്പൽ. അപ്പൊ ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാല് നമ്മളെ ഭാഗവതം തന്നെ ഒത്തിരി ആൾക്കാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പൊ പ്രഭുപാദിന്റെ തന്നെയല്ലേ ഇപ്പൊ നമ്മൾ വെളിയിലെടുത്ത് നോക്കുവാണെങ്കിലും ഇഷ്ടംപോലെ വ്യാഖ്യാനങ്ങളാണ്. അപ്പൊ ഇതിലെല്ലാം നമ്മള് ഭഗവാനെ കുറിച്ച് പറയുന്നുണ്ട്. ബട്ട് ഗുരു ശിഷ്യ പരമ്പരകളിൽ കൂടി വന്നിട്ട് അങ്ങനെ ശ്രവിക്കുന്നതാണ് ഇത്തിരി കൂടെ ബെറ്റർ. അപ്പൊ അതായിരിക്കും നമുക്ക് നല്ല പ്യുവർ ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം എന്താ ഗുരു ശിഷ്യ പരമ്പരകളില് വരാത്തതായോണ്ട് നമുക്ക് അതിൻ്റെതായ പോരായ്മകൾ ഉണ്ടാവും. അടുത്തെന്ന് പറയുമ്പോ കാക്കേനെ പോലെ. കാക്കന്ന് വെച്ചാല് നമ്മള് ഇപ്പൊ കാക്കയ്ക്ക് വിരുന്ന് കൊടുത്താൽ പോലും കാക്ക എന്ത് ചെയ്യും? ചവിറ്റുകൊട്ടേ പോയിട്ട് ഭക്ഷണം കഴിക്കത്തുള്ളൂ. അപ്പൊ അതുപോലെ നമ്മൾ ഒരിക്കലും ആവരുത്. എന്നുവെച്ചാ ആത്മീയതയും ഭൗതികതയും ഉള്ളപ്പോ നമ്മള് ഭൗതികതയെ തേടി മാത്രം പോവരുത്. അതാണ് അതില് പറയുന്നത്. പിന്നെ കൊതുക് എന്ന് പറയുമ്പോ കൊതുക് ഇപ്പൊ പശുവിന്റെ അകിടിൽ ചെന്നിരുന്നാ പോലും
പശു എന്തേ കുടിക്കുള്ളൂ, പാല് കുടിക്കത്തില്ല. അവിടെ ആകുമ്പോ പാല് ഫ്രീ ആയിട്ട് കിട്ടും. പക്ഷെ പശു പാല് കുടിക്കത്തില്ല. കൊതുക് പാല് കുടിക്കത്തില്ല, ചോരയായിരിക്കും കുടിക്കുന്നത്. അപ്പൊ അങ്ങനെ ചില വ്യക്തികളുണ്ട്. അപ്പൊ അവരെ ഒന്നും നമുക്ക് തിരുത്താനേ പറ്റൂല. അവരെന്ന് വെച്ചാല് ആ ഒരു ഇതില് തന്നെ ഉറച്ചു നിൽക്കുക. വെച്ചാൽ വേറെ എങ്ങോട്ടും പോല അവരെ കോൺസെപ്റ്റ് ആണ് ശരി എന്നും പറഞ്ഞ് നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പൊ അതില് ചില മലയാളികളൊക്കെ വരും, എല്ലാരും അല്ല. അപ്പൊ ഇതില് നമ്മളെന്താ, ഈ ജയസാശി പ്രഭു തന്നെ ഇടയ്ക്കിടെ ഇങ്ങനെ കോമഡി ആയിട്ട് ഒരു കഥ പറയും. ഇങ്ങനെ മലയാളികളെ കുറിച്ച് പറയുമ്പോ എന്താ, രാമായണത്തിൽ വരുന്ന ഒരു കഥ പറയുന്നുണ്ട്. അപ്പൊ ആ കഥ എന്താന്ന് വെച്ചാല്, എന്താ രാമന്റെയും രാവണന്റെ ആ യുദ്ധം കഴിഞ്ഞിട്ട് എന്താ പുഷ്പക വിമാനത്തില് രാമൻ, ലക്ഷ്മണൻ, സീതാമാതാവ്, പിന്നെ എന്താ സുഗ്രീവൻ, അങ്ങനെ എല്ലാരും വരുന്ന സമയത്ത് ഈ ബാക്കി എന്താ സുഗ്രീവനും എല്ലാരും ഇങ്ങനെ രാമചന്ദ്രമൂർത്തിയുടെ ഈ ഒരു വീര പരാക്രമത്തെ കുറിച്ചിട്ട് ഇങ്ങനെ പ്രശംസിച്ചുകൊണ്ടിരിക്കും. അപ്പോഴേ എന്താ, ഓ ഭഗ രാമചന്ദ്രമൂർത്തിയാണ് ആ രാവണനെ തോൽപ്പിച്ച് സീതാമാതാവിനെ കൊണ്ടുവന്നത്. ഭഗവാൻ എന്തൊരു വീരത്തുള്ള ആളാണ് ഭഗവാന്, അങ്ങനെ പ്രശംസിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ സമയത്ത് ലക്ഷ്മണനാണെങ്കിൽ എന്ത് ചെയ്യും, ലക്ഷ്മണന് പെട്ടെന്ന് ഇങ്ങനെ വരും. ലക്ഷ്മണൻ പെട്ടെന്ന് പറയും, എന്താ അതിന് ഞാൻ ഇന്ദ്രജിത്തിനെ തോപ്പിച്ചോണ്ടാണ് രാമന് എന്താ രാവണനെ വധിക്കാൻ കഴിഞ്ഞില്ല, എനിക്ക് പറ്റത്തില്ലായിരുന്നെന്ന് ലക്ഷ്മണൻ പെട്ടെന്ന് പറയും. അപ്പോഴ് പിന്നെ ഒരു മിനിറ്റ് കഴിഞ്ഞ് അപ്പോഴ് എന്താ ഇവരെല്ലാരും വിചാരിക്കും, എന്തിനാ ഇത്ര എളിമത്വത്തിന്റെ ഈ സ്വരൂപമായിട്ടുള്ള ലക്ഷ്മണൻ എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് ഇങ്ങനെ ആലോചിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് കഴിയുമ്പോ ലക്ഷ്മണന് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും, അല്ല ഞാൻ എന്തിനാ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ അല്ലല്ലോ ഞാൻ പറയണ്ടെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അപ്പോഴേ രാമൻ പറയും, അത് നീ പേടിക്കേണ്ട ലക്ഷ്മണ, കേരളത്തിന്റെ മോളിൽ കൂടാണ് പുഷ്പവിമാനം പോയേ എന്നും പറഞ്ഞു. അപ്പൊ അത് എന്താ, അത് നമ്മളെ കളിയാക്കിയതാണ്. ചിലരെ മാറ്റാൻ പറ്റൂല എന്ന ഒരു കോൺസെപ്റ്റില് പ്രഭു പറയുന്നതാണ്. അപ്പൊ ഇതേപോലെ ഓരോ ഇതുണ്ട്. അപ്പൊ എന്താ ശിവപുരാണത്തിൽ ഒരു കഥ പറയുന്നുണ്ട്. അതില് എന്താ ഭാഗവതത്തിന്റെ മഹാത്മ്യമാണ് പറയുന്നത്. ഇതിലെന്ന് വെച്ചാല് ശിവന്റെയും പാർവതിയുടെയും കല്യാണം നടക്കുന്ന സമയം. അപ്പോഴ് എന്താ പാർവതി പാർവതി ദേവിയാണെങ്കിൽ 3 ജന്മം കൊണ്ട് ശിവഭഗവാനെ എന്താ ഭർത്താവായിട്ട് കിട്ടാനായിട്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കും. ആദ്യത്തെ ജന്മത്തില് ഭവ ഭുവനേശ്വരി ആയിട്ട് നിൽക്കും. രണ്ടാമത്തെ ജന്മത്തില് സതി. മൂന്നാം ജന്മത്തിലാണ് പാർവതി, അതായത് ഹിമവാന്റെയും മൈനകയുടെയും മകളായിട്ട് ജനിക്കുന്നത്. അപ്പൊ ഈ 2 ജന്മത്തിലും തപസ് ചെയ്തിട്ട് ഭഗവാനെ ശിവഭഗവാനെ കല്യാണം കഴിക്കാൻ കിട്ടാത്തോണ്ട് എന്താ സ്വയം ദേഹം ത്യാഗം ചെയ്യും. അപ്പോഴേ മൂന്നാമത്തെ ജന്മമായപ്പോ പാർവതിക്ക് അവസരം കിട്ടി. അപ്പോഴെന്താ, പാർവതി ആണെങ്കിൽ ശിവഭഗവാനെ കണ്ടിട്ട് കൂടിയില്ല. അതാണ് ഇതില് വലിയ രസം. ഈ ശിവഭഗവാനെ കണ്ടിട്ട് കൂടിയില്ല. ഇങ്ങനെ കല്യാണമല്ലേ, അപ്പൊ എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോരുത്തരായിട്ട് എന്താ ദേവന്മാര് വരും. അതില് ആദ്യത്തെ വ്യക്തിയായിട്ട് വരുന്ന നല്ല വെളുത്തിട്ട് നല്ല 4 തലയുണ്ട്, പിന്നെ അരയന്നത്തിന്റെ പുറത്ത് വരും. അപ്പം പാർവതി ദേവി ഇങ്ങനെ തോഴിമാരോട് ചോദിക്കും, ഇതാണോ ഞാൻ കല്യാണം കഴിക്കാൻ പോണ ആള് എന്ന് ചോദിക്കുമ്പോ അവര് പറയും, അല്ല ഇതല്ല, ഇത് ബ്രഹ്മാവാണെന്ന്. ഓ ശരി, ഓക്കെ. അത് കഴിഞ്ഞും രണ്ടാമത് വരുന്ന ആരെന്ന് വെച്ചാല് നല്ല എന്താ ദേഹം മുഴുവന് കണ്ണുകളോട് കൂടി വെള്ള ആനയുടെ പുറത്ത് പിന്നെ അങ്ങനെ വരുന്ന ഒരാൾ. അപ്പൊ ഇതാണോ ഞാൻ കല്യാണം കഴിക്കാൻ പോണ വ്യക്തി എന്ന് പാർവതി തോഴിമാരോട് ചോദിക്കും. അപ്പൊ അവര് പറയും, ഇല്ല ഇതും അല്ല. അപ്പൊ അടുത്ത മൂന്നാമത് നോക്കാത്ത എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന നല്ല സുന്ദരനായിട്ടുള്ള നല്ല നല്ല ഭംഗിയുള്ള ഒരാൾ വരും. അപ്പൊ ഇതാണോ എന്ന് ചോദിക്കുമ്പോ പറയും, ഇതും അല്ല, ഇത് ചന്ദ്രദേവനാണെന്ന് പറയും. അപ്പൊ നാലാമത് നോക്കാൻ നിർത്തുമ്പോ കാളയുടെ പുറത്ത് ഒരാൾ വരുന്നു. കാളയുടെ പുറത്ത് എന്താ തലയോട്ടിയുടെ മാല കഴുത്തില്, പിന്നെ അരയില് പാമ്പ്, കഴുത്തില് പാമ്പ്, കയ്യില് പാമ്പ്, പിന്നെ എന്താ മറ്റേ ഈ ഡ്രസ് ഇടുമല്ലോ, ഡ്രസ്സില് ബെൽറ്റ് പോലെ കെട്ടിയേക്കുന്നത് പാമ്പ്. ഇതെല്ലാം കണ്ടിട്ട് പാർവതി ദേവി പേടിച്ചു. അപ്പൊ തോഴിമാര് പറയും, ഇതാണ്
നീ കെട്ടാൻ പോണ ആള് എന്ന് പറയുമ്പോഴത്തേന് പാർവതി ദേവിയുടെ ബോധം ഇതാണോ എന്ന് പറഞ്ഞു. കാരണം പാർവതി ദേവി ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോഴേ ഈ കല്യാണം നടക്കുന്ന എവിടാന്ന് വെച്ചാല് ഹിമാലയത്തില് ബദ്രിനാഥിന്റെ താഴെ ത്രിയുഗി നാരായണ ക്ഷേത്രം അവിടെയാണ് നടക്കുന്നത്. അപ്പോഴ് എന്ത് ചെയ്യും, ഭഗവാൻ നാരായണൻ ഉണ്ടല്ലോ, അപ്പൊ നാരായണനാണ് ഇവര് രണ്ടുപേരെ കല്യാണം നടത്തി കൊടുക്കാനായിട്ട് കെയർ ഓഫ് എടുത്ത് ചെയ്യുന്നത്. അപ്പോഴേ ഈ പാർവതി ദേവിയാണെങ്കിൽ ഇങ്ങനെ ഭഗവാന്റെ അടുത്ത് ചോദിക്കും, എന്തിനാ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ചെയ്തു തന്നത്, എനിക്ക് ഇങ്ങനെ ഒരാളെ അല്ല വേണ്ടത് എന്ന് പറഞ്ഞ് കുറ്റം പറയും. എന്നുവെച്ചാൽ ശിവഭഗവാനെ കുറിച്ച് അറിയുന്നില്ലല്ലോ, അങ്ങനെ പറയും. അപ്പോഴ് ഭഗവാൻ ഇങ്ങനെ പറയും, അങ്ങനെ ഒരാളെ കിട്ടാൻ നീ ഭാഗ്യം ചെയ്യണം. കാരണം ഒന്നിനോട് ഒരു മോഹവും ഇല്ല, ഒന്നിനെ കൊണ്ടും എന്താ അചഞ്ചലമായിട്ട് നിൽക്കുകയാണെന്ന് വെച്ചാൽ മനസ്സ് വേറെ എങ്ങോട്ടും പോകത്തില്ല. ഒരു കാര്യം ഉറപ്പിച്ചിന് ആ കാര്യത്തിൽ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ശിവഭഗവാൻ എന്ന് പറഞ്ഞിട്ട് ശിവഭഗവാനെ കുറിച്ചിട്ട് ഇങ്ങനെ പ്രശംസിച്ചു പറയുന്നത്. അപ്പോഴത്തേന് പാർവതി ദേവി സെറ്റാവും. അങ്ങനെ എന്താ പാർവതി ദേവി കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ കൈലാസത്തില് ശിവഭഗവാനും പാർവതി ദേവി ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ പാർവതി ദേവി ഒരു ഫണ്ണായിട്ട് ഇങ്ങനെ ചോദിക്കും, എന്താ ഈ കഴുത്തില് തലയോട്ടിയുടെ മാല ഇട്ടേക്കണല്ലോ, അതെന്തിനാ ഇട്ടേക്കുന്നേന്ന് ശിവഭഗവാന്റെ അടുത്ത് ചോദിക്കും. അപ്പം ശിവഭഗവാൻ പറയും, ഇതെല്ലാം നിന്റെ തലകളാണ് ദേവി എന്ന് പറയും. അപ്പോഴ് പാർവതി ദേവിക്ക് അതിശയം, ഇതെങ്ങനെ എന്ന് ചോദിക്കും. അപ്പൊ പറയും, ഇല്ല, നീ ഓരോ ജന്മത്തിലും എനിക്ക് വേണ്ടിട്ട് നീ തപസ്സിരുന്ന് എനിക്ക് വേണ്ടിട്ട് ഇങ്ങനെ ധ്യാനിച്ച് ഇരുന്നേയില്ലേ, അതുകൊണ്ട് നീ ഓരോ തവണ ദേഹത്യാഗം ചെയ്യുമ്പോഴും ഞാൻ അവിടെ വന്നിട്ട് നിന്റെ തലയോടുകൾ ഇങ്ങനെ ശേഖരിച്ചു വെക്കും എന്ന് പറഞ്ഞിട്ട് ശിവഭഗവാൻ പറയാം. അപ്പോഴത്തേന് പാർവതി ദേവി അലി. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഒരു ഫണ്ണി ക്വസ്റ്റ്യനും കൂടെ ചോദിക്കും. അതെന്താന്ന് വെച്ചാല്, അങ്ങേക്ക് മാത്രം മരണം ഇല്ലല്ലോ, പിന്നെ എനിക്കെന്താ മരണം? അത് പറയുമ്പോഴാണ് ശിവഭഗവാൻ ഈ ശ്ലോകം പറയുന്നത്. ഭഗവാൻ പറയും, ഭാഗവതം കേൾക്കുന്നവർക്കും ഭഗവാന്റെ നാമം ജപിക്കുന്നവർക്കും ഒന്നും മരണമേ ഇല്ല, എന്ന് വെച്ചാൽ നാശമില്ല എന്നാണ്. അതിലെന്ത് ഇത്ര മഹാത്മ്യം ചോദിക്കുമ്പോ ഇങ്ങനെ പാർവതി ദേവിക്ക് ശിവഭഗവാൻ ഇങ്ങനെ ഭാഗവതം ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോഴാ പാർവതി നല്ല ഉറങ്ങുന്ന സമയത്ത് വായുകുണ്ഠത്തിന്ന് ഒരു തത്ത വരും. തത്തയുടെ പേരാണ് ശുഗൻ. അപ്പൊ ആ തത്ത വന്നിട്ട് ഈ പാർവതി ദേവി ശിവഭഗവാൻ ഇരിക്കുന്നിടത്ത് വന്നിരുന്ന് ഈ ഭാഗവത കഥ കേട്ടോണ്ടിരിക്കും. അപ്പൊ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഈ പാർവതി ദേവി ഉറങ്ങാണല്ലോ. അപ്പൊ ഇതറിയാതെ ശിവഭഗവാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. അതിന് ഇതായിട്ട് ശുഗത്തത്ത ഇങ്ങനെ മൂളി മൂളി കേട്ടോണ്ടിരിക്കുന്നു. അപ്പോഴേ ശിവഭഗവാൻ വിചാരിച്ചു, ഓക്കെ, പാർവതി ഒന്നും ചെയ്യുന്നില്ല, കേൾക്കുന്നുണ്ട് എന്ന് ശിവഭഗവാൻ വിചാരിച്ചു. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഭഗവാൻ ഒന്ന് കണ്ണുറന്ന് നോക്കിയപ്പോഴോ പാർവതി നല്ല ഉറക്കം. അപ്പം ഭഗവാന് ദേഷ്യം വന്ന് ശിവഭഗവാന്. എന്താ വെച്ചാല് ഇത്ര നേരം എന്നെ ഇങ്ങനെ എന്ന് വെച്ചാൽ മൂളി മൂളി കേട്ട് അങ്ങനെ പറ്റിച്ചത് ആരാണ് എന്നും പറഞ്ഞ് നോക്കാൻ നേരത്ത് തത്ത അവിടെ ഇരുന്ന് മൂളുന്ന. അപ്പോഴ് ശിവഭഗവാനാണെങ്കിൽ ശൂലം എടുത്തോണ്ട് ഈ തത്തയെ ഓട്ടിക്കും കൊല്ലാൻ വേണ്ടിട്ട്. അപ്പോഴെന്ത് ചെയ്യും, ഭൂമിയില് വ്യാസ മഹർഷി ഒരു ചണ്ടാല സ്ത്രീക്ക് ഇങ്ങനെ ഭാഗവതം ഉപദേശിച്ചുകൊണ്ടിരിക്കും. അവിടെയും ഉറക്കം. അപ്പോഴെന്ത് ചെയ്യും, ശുഗത്തത്തെ നേരെ പറന്ന് ഈ വ്യാസ മഹർഷി ഇരിക്കുന്നു അവിടെ വന്ന് ഭാഗവതം കേൾക്കും. അപ്പോഴ് ഈ ഭാഗവതം കേട്ടോണ്ടിരിക്കും. അപ്പൊ ശിവഭഗവാനാണെങ്കിൽ ദേഷ്യത്തില് ശൂലം എടുത്തോണ്ട് വരുന്ന സമയത്ത് ശൂലം എടുത്ത് ഇങ്ങനെ കൊല്ലാൻ വരുമല്ലോ. അപ്പോഴ് വ്യാസ മഹർഷി ഇങ്ങനെ പറയും, അങ്ങല്ലേ പറഞ്ഞത് ഭാഗവതം കേൾക്കുന്ന ആൾക്കാർക്ക് നാശമില്ല, പിന്നെ എങ്ങനെ ശുഗത്തത്തേനെ കൊല്ലാൻ കഴിയും എന്ന് ഇങ്ങനെ വ്യാസമഹർഷി ചോദിക്കുമ്പോഴാണ് ശിവഭഗവാന് കാര്യം മനസ്സിലാവുന്നത്. കാരണം ശുഗത്തത്തെ ഈ ഭാഗവതം എല്ലാം കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു തത്തയ്ക്ക് നാശം വരാതിരിക്കാനുള്ള ചുമതല ഭഗവാൻ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പം ആ തത്തനെ ഒന്നും ചെയ്യാൻ പറ്റൂല. അതാണ് പറയുന്നത്, നമ്മള് ഭാഗവതം കേൾക്കണം, ഭഗവാന്റെ നാമം ജപിക്കണം എന്നൊക്കെ. അതും ഭഗവാൻ പറയുന്നുണ്ടല്ലോ ഭഗവത്ഗീതയില് 9-ാം അധ്യായത്തിൽ 31-ാമത്തെ ശ്ലോകത്തില്,
ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വച്ഛാന്തി മികച്ചതി കൗന്ദേയ പ്രതിജാനിഹി നമ്മെ ഭക്ത പ്രണശ്യതി. അപ്പം അർജുനന്റെ അടുത്ത് പറയാണ്, അർജുന നീ ഇത് പോയി പ്രഖ്യാപിക്ക്, എന്റെ ഭക്തന്മാർക്ക് ഒരിക്കലും നാശമില്ല എന്നും പറഞ്ഞു. ഭഗവാൻ എന്താ പറയുന്നത്, നമ്മള് ഭാഗവതം കേൾക്കുമ്പോഴും ഭഗവാന്റെ നാമം ജപിക്കുമ്പോഴെല്ലാം നമ്മൾ ഭക്തരായിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഭക്തിയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സ്റ്റേജ് എത്തുമ്പോ ഭഗവാൻ തന്നെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വരും. അതാണ് ഭഗവാൻ പറയുന്നത്, ഭക്തർക്ക് നാശമില്ല, ഭക്തരുടെ മുമ്പിൽ ഞാൻ തോറ്റു പോകുമെന്ന്. ഈ എന്താ ഈ ഭാഗവതം കേൾക്കുക, പിന്നെ ഭാഗവതം കേൾക്കുക, അതിൽ ആനന്ദം കണ്ടെത്തുക, പിന്നെ എന്താ ഭഗവാന്റെ നാമം ജപിക്കുക, എല്ലാരും ഭക്തിയിൽ ഉയർന്നു വരിക, എന്നെ ഉയർന്നു വരാൻ പ്രാർത്ഥിക്കുക. ഇത്രയൊക്കെ ഉള്ളൂ. ഹരേ കൃഷ്ണ.